നമസ്കാരം. മലയാള ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. പ്രധാനമായും മലയാള ഭാഷയിലുള്ള ചലച്ചിത്രങ്ങളെയാണ് മലയാള ചലച്ചിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും സംഭാഷണമില്ലാതെ ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ചലച്ചിത്രങ്ങളെയും മലയാള ചലച്ചിത്രം എന്ന വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മികച്ച ഉള്ളടക്കം നിറഞ്ഞ കഥകളുടെ അവതരണത്തിലും സ്വാഭാവിക അഭിനയത്തിലൂടെയും ഛായാഗ്രഹണം എന്നിവ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമാ വ്യവസായം കൂടിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. 1895 ഡിസംബർ 28-നാണ് ലൂമിയർ സഹോദരന്മാർ പാരീസിലെ ഒരു കഫേയിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രൊജക്ഷൻ പ്രദർശനം നടത്തിയത്. 6 മാസങ്ങൾക്ക് ശേഷം 1896 ജൂലൈ 7-ന് പ്രദർശനം ഇന്ത്യയിൽ ആരംഭിച്ചു. ലൂമിയർ സഹോദരന്മാരുടെ സഹായിയായിരുന്ന മാരിയസ് സെസ്റ്റിയറായിരുന്നു ഇന്ത്യയിലെ പ്രദർശനത്തിന് പിന്നിൽ. ബോംബെയിലെ എക്സ്പ്ലനേഡ് മാൻഷനിലുള്ള വാട്സൺ ഹോട്ടലിലായിരുന്നു ആദ്യ പ്രദർശനം. 1 മണിക്കൂറിൽ താഴെ പ്രദർശന സമയം കൊണ്ട് 6 ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ പിറവിയോടെ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ചലച്ചിത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു. 1906-ൽ കോയമ്പത്തൂരിലെ പോൾ വിൻസെൻ്റ് എന്ന റെയിൽവേ ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ ആദ്യ പ്രദർശനം നടത്തിയത്. ഒരു ഫ്രഞ്ചുകാരനിൽ നിന്ന് വാങ്ങിയ ബയോസ്കോപ്പും ഫിലിമും ഉപയോഗിച്ചായിരുന്നു പ്രദർശനം. 1907-ൽ ഈ ബയോസ്കോപ്പ് കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ് K.W. ജോസഫ് സ്വന്തമാക്കി. ആ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് അദ്ദേഹം ചിത്രപ്രദർശനം നടത്തി. കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷിണേന്ത്യ ഒട്ടാകെ ജോസഫ് ബയോസ്കോപ്പ് പ്രദർശനങ്ങൾ നടത്തി. അദ്ദേഹമാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. റോയൽ എക്സിബിറ്റേഴ്സ് എന്ന കേരളത്തിലെ ആദ്യ പ്രദർശന കമ്പനി സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ഈ കമ്പനിയുടെ കീഴിലാണ് പിന്നീട് ആദ്യകാല തിയേറ്ററുകളായ തൃശ്ശൂർ ജോസ്, കോഴിക്കോട് ഡേവിസൺ എന്നിവ സ്ഥാപിക്കപ്പെട്ടത്. ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമായ രാജാ ഹരിശ്ചന്ദ്ര 1913 മെയ് 3-നാണ് പ്രദർശനത്തിനെത്തിയത്. ഇതിനും 12 വർഷങ്ങൾക്ക് ശേഷം 1925-ലാണ് കേരളത്തിൽ ആദ്യ തിയേറ്റർ വന്നത്. കോഴിക്കോട് ക്രൗൺ, തൃശ്ശൂർ രാമവർമ്മ 1930, തൃശ്ശൂർ ജോസ് 1931, തിരുവനന്തപുരം ചിത്ര 1931 എന്നിവയും ആദ്യകാല തിയേറ്ററുകളാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷാ ചിത്രങ്ങളായിരുന്നു പ്രധാനമായി പ്രദർശിപ്പിച്ചത്. നിശബ്ദ ചിത്രങ്ങൾ 1927 സെപ്റ്റംബറിൽ ലോകത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ദ ജാസ് സിംഗർ പ്രദർശനത്തിനെത്തി. ഇതിനും 1 വർഷത്തിനു ശേഷം 1928 നവംബർ 7-നാണ് മലയാളത്തിലെ ആദ്യ ചിത്രമായ നിശബ്ദ ചിത്രം വിഗതകുമാരൻ പുറത്തിറങ്ങിയത്. ചലച്ചിത്രം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ചലിക്കുന്ന കുറേ ചിത്രങ്ങൾ, അതായിരുന്നു വിഗതകുമാരൻ. അഗസ്തീശ്വരത്ത് ജനിച്ച ജോസഫ് ചെല്ലയ്യ ഡാനിയേൽ എന്ന JC ഡാനിയേൽ എന്ന വ്യവസായ പ്രമുഖനായിരുന്നു വിഗതകുമാരൻ്റെ സംവിധായകനും നിർമ്മാതാവും. സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് തിരുവനന്തപുരത്ത് ഡാനിയേൽ തുടക്കം കുറിച്ചു. 4 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് വിഗതകുമാരൻ പൂർത്തിയാക്കിയത്. ചിത്രീകരണം പൂർണ്ണമായും കേരളത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് PSC ഓഫീസിന് സമീപം അഭിഭാഷകനായ നാഗപ്പൻ നായരുടെ വസതിയായിരുന്ന ശാരദവിലാസത്തിലാണ് സ്റ്റുഡിയോ ഒരുക്കിയത്. നായികയായിരുന്ന റോസിക്ക് പിന്നീട് സമൂഹത്തിൽ നിന്ന് പല മോശ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. തിരുവനന്തപുരത്ത് ദ ക്യാപിറ്റോൾ തിയേറ്ററിലെ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം പ്രശസ്ത അഭിഭാഷകനായ മള്ളൂർ ഗോവിന്ദപിള്ളയാണ് ഉദ്ഘാടനം ചെയ്തത്. 2 ആഴ്ചയ്ക്ക് ശേഷം കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, തലശ്ശേരി, നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. ഇത്രയധികം പ്രദർശനങ്ങൾ ഉണ്ടായിട്ടും ചിത്രത്തിന് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനായില്ല. ഈ പരാജയത്തോടുകൂടി ഡാനിയേലിന് തൻ്റെ സ്റ്റുഡിയോ അടച്ചുപൂട്ടേണ്ടി വന്നു.
ആദ്യ മലയാള ചിത്രത്തിൻ്റെ അമരക്കാരൻ എന്ന നിലയ്ക്ക് ഡാനിയേലിനെയാണ് മലയാള സിനിമയുടെ പിതാവെന്ന് വിളിക്കുന്നത്.